മൊഡ്യൂൾ 1 ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആൻഡ് വേരിയൻസ്. അപ്പം നമ്മൾ മീൻ ആൻഡ് വേരിയൻസ് എന്താണെന്ന് ജനറൽ മീൻ ആൻഡ് വേരിയൻസ് ഈ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനകത്ത് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ് ബൈനോമിയലും പോയിസണും. അപ്പോൾ ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്തും നമ്മൾ മീൻ ആൻഡ് വേരിയൻസ് പഠിക്കണം. പോയിസൺ അപ്രോക്സിമേഷൻ ടു ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രോബബിലിറ്റി എന്താണെന്നും പ്രോബബിലിറ്റിയൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്നും നിങ്ങൾക്കറിയാം അല്ലേ? അതെങ്ങനെയാണെന്ന് നമ്മൾ പ്രോബബിലിറ്റി എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാവുന്നത് കോയിനും ഡൈസും കാർഡ്സും ഒക്കെയാണ്. അപ്പോൾ സിംപ്ലി ഒരു കോയിനാണ് നമ്മൾ ടോസ് ചെയ്യുന്നതെങ്കിൽ അതിന് ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 2 ആണ്. ഒന്നുകിൽ ടെയിൽ അല്ലെങ്കിൽ ഹെഡ് അല്ലേ? ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഫോർ ബീങ് എ ഹെഡ്, ഒരു ഹെഡ് വീഴാൻ വേണ്ടിയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1/2 ആയിരിക്കും. അതെങ്ങനെയാണ് വരിക? ഹെഡ് എത്ര പ്രാവശ്യം വീഴുന്നു? 1 പ്രാവശ്യം വീഴുന്നു. ആ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എത്ര? 2. അതുകൊണ്ട് 1/2 എന്ന് വരുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ടോട്ടൽ ഔട്ട്കംസിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഔട്ട്കംസിനെയാണ് മീൻ ചെയ്യുന്നത്. പിന്നെ ഈ റാൻഡം വേരിയബിൾസ്, നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നതിന് മുമ്പേ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ കോയിൻ ടോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പം ആദ്യത്തെ പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തു, നമുക്ക് ഹെഡ് കിട്ടി, അതിൻ്റെ പ്രോബബിലിറ്റി 1/2. അപ്പോൾ x = 1. ഓക്കെ, 1 ആകുന്ന കേസിൽ ഇത് ഫസ്റ്റ് പ്രോബബിലിറ്റി നമ്മൾ നോക്കിയത് x1 കേസിൽ, അതായത് ആദ്യത്തെ ടോസ് ഇട്ടപ്പം നമുക്ക് കിട്ടിയത് ഹെഡ്. അപ്പം അടുത്ത ടോസ് ഇട്ടപ്പം 2. ഓക്കെ, 2 ആയപ്പോൾ എന്ത് കിട്ടുന്നു? അടുത്തത് ഒരു ടെയിൽ കിട്ടുന്നു വെച്ചാൽ അതും പ്രോബബിലിറ്റി 1/2. അപ്പം നമ്മൾ ആ പ്രോബബിലിറ്റി പറയുമ്പോൾ അത് എത്രാമത്തെയാണ് അല്ലെങ്കിൽ ഏത് വാല്യൂസിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പറയുന്നതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഈ റാൻഡം വേരിയബിളിനെ ക്യാപിറ്റൽ എക്സും വൈയും കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂസിനെ സ്മോൾ എക്സ് വൈ എന്നും കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് ആണ്. ഈ റാൻഡം വേരിയബിൾസ് നമ്മൾക്ക് 2 ആയിട്ട് എടുക്കുന്നുണ്ട്: ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റാൻഡം വാല്യൂസ് എന്ന് പറയുന്നത് ആ എക്സിന് വരുന്ന വാല്യൂസ് ആണെന്ന്. ആ എക്സിൻ്റെ വാല്യൂസ് കൗണ്ടബിൾ ആണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കും. അത് ഇൻഫൈനൈറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ദെൻ റാൻഡം വേരിയബിൾ. ലെറ്റ് Om be the sample space associated with a random experiment. Then a random variable is a function x and Om belongs to R, which associates to every outcome omega belongs to Om, a real number x omega. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തുകയാണ്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എക്സ് ഒമേഗ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒമേഗയ്ക്ക് വരുന്ന വാല്യൂ ആണ് റാൻഡം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ വാല്യൂ ഏതിനകത്ത് വരുന്നതായിരിക്കും? നമ്മളുടെ സാമ്പിൾ സ്പേസിന് അകത്ത് വരുന്ന വാല്യൂസ് ആയിരിക്കും ഈ ഒമേഗയുടെ വാല്യൂസ്. ഓക്കെ, ദ നമ്പേഴ്സ് എക്സ് ഒമേഗ ഫോർ ഒമേഗ ബിലോങ്സ് ടു ഓം ആർ കോൾഡ് വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ. ഇഫ് എക്സ് ഒമേഗ = x, then whenever the outcome omega occurs, we say that the random variable x assumes value x. The range of x is the set of possible value of x denoted by sx. ഓക്കെ, ഈ sx എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. we will use the notation x = x. നമ്മൾ റാൻഡം വേരിയബിൾസിന് അല്ലെങ്കിൽ പ്രോബബിലിറ്റിയെ നമ്മൾ പറയുന്നത് p of x = x എന്നുള്ള ടേമിലായിരിക്കും. അപ്പോൾ ആ റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ x = x എന്നാണ്. which has become a standard instead of x omega, which is equal to x, to indicate that x assumes value x. Okay,
Random variables are denoted by capital letters X, Y, etc. and their values by small letters X, Y, etc. Then ഡെഫിനിഷൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനോട്ട് പോകണം. നമ്മൾ റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് നമുക്ക് ഒരുപാടൊന്നും പറയാനില്ല. റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോബബിലിറ്റി ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രോബബിലിറ്റിയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി അല്ല അത് അതിൻ്റെ നമ്പറിനെ കാണിക്കുന്നതാണ് എക്സ് വെച്ചിട്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടായിരിക്കും നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂസിനെ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, the probability distribution of a random variable x is a rule which allows us to compute p x equal to x. ഈ x is equal to x എന്ന് പറഞ്ഞാൽ എൻ്റെ റാൻഡം വേരിയബിളും റാൻഡം വാല്യൂ ആണ്. p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് x is equal to എക്സിനെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റൂളാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, for every real number x and p of x belongs to I for every interval I in agreement with axioms of പ്രോബബിലിറ്റി. അപ്പം നമ്മൾക്ക് ഈ ഒരു പ്രോബബിലിറ്റിയുടെ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു ടേമാണ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സ്മോൾ എക്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്ന രണ്ട് തരത്തിലാണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും. ഓക്കെ, if the set of possible values of a random variable is finite or countable, okay, we can write the range of x as a list thus sx എന്ന് പറയുന്ന റാൻഡം വേരിയബിൾസ് ഈസ് ഈക്വൽ ടു x1, x2, x3 എക്സെട്ര. അത് കൗണ്ടബിൾ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ, എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇഫ് അതിന് രണ്ട് റൂളാണ് ഉള്ളത്, അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ്സ് റേഞ്ച് എസ് എക്സ് ഈസ് ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ ഇൻഫൈനൈറ്റ്. ഓക്കെ, നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് റൂളാണ്. ദെൻ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്, ഫോർ ഈച്ച് എക്സ് ഐ belongs to Sx, there is defined a positive value for p of x is equal to xi such that sum of these probabilities is 1. Okay, that is sigma p of x is equal to xi equal to 1 for all xi belongs to Sx. അതായത് നമ്മൾ ഈ ടേംസ് അറിയാം, പി ഓഫ് എക്സ് മൈനസ് എക്സ് ഐ എന്താണ് നമുക്കറിയാം അല്ലേ, പ്രോബബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ. ഇതിൻ്റെ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മറാണ് അല്ലേ. ആ എക്സ് ഐക്ക് വരുന്ന ഓരോ വാല്യൂവിലും ഉള്ള പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടണം, 1 കിട്ടണം. ഓക്കെ, അങ്ങനെ വരുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്ക്രീറ്റ് എന്ന് പറയുന്ന ഒരു ടേമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ സിഗ്മയാണ്, അതായത് സമ്മറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്തുള്ള, ഡിസ്ക്രീറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ സമ്മറാണ്, സിഗ്മയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഫസ്റ്റ് എന്ത് നമ്മൾ നോക്കുന്നു, അതിൻ്റെ തന്നിരിക്കുന്ന റാൻഡം വേരിയബിൾസ് കൗണ്ടബിൾ ആണോ അല്ലെങ്കിൽ ഫൈനൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് എന്താണ് നമ്മൾ നോക്കുന്നത്, സിഗ്മ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ, തന്നിരിക്കുന്ന റാൻഡം വാല്യൂസിലുള്ള കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അത് നിങ്ങൾക്കറിയാം, ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 ആണെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ തന്നിരിക്കുന്ന ഓരോ എക്സിൻ്റെ വാല്യൂവിലുമുള്ള കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വാല്യൂ സം ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ രണ്ട് കേസസും വാലിഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന്. ഓക്കെ, അപ്പം ഓർക്കേണ്ട പോയിന്റ്, സിഗ്മ എക്സ് ഐ ബിലോങ്സ് ടു എസ് എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റിയാണ്, അതിനകത്ത് വരുന്ന വാല്യൂസാണ് എക്സ് ഐ. ഓക്കെ, എക്സ് ഐ ബിലോങ്സ് ടു എസ് എക്സ്, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ ഈക്വൽ ടു 1. ഓക്കെ, ദിസ് ഈസ് ദ ബേസിക് ഫോർമുല. ഓക്കെ, ദെൻ എക്സാമ്പിൾ, എക്സ് കൗണ്ട്സ് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ 2 tosses. ഓക്കെ, 2 ടോസ് ഇടുന്നു, അതിനകത്ത് ഹെഡ്. അപ്പോൾ ഒരെണ്ണം വീഴുന്നതിനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, 1/2 ആയിരിക്കും അല്ലേ. ദെൻ ഓഫ് എ കോയിൻ ആൻഡ് ഹാസ് പോസിബിൾ വാല്യൂസ് 0, 1, 2.
പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂസ് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയും തന്നിട്ടുണ്ട്? 0, 1, 2. സ്മോൾ ലെറ്റർ എക്സിൻ്റെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. വിത്ത് പ്രോബബിലിറ്റീസ് P of x is equal to 0, P of x is equal to 1, P of x is equal to 2. അതിൻ്റെ പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. xi ഇതും പറഞ്ഞില്ലേ, xi ആണ് 0, 1, 2 വരുന്നത്. അതാണ് P of x is equal to xi എന്നാണ് നമ്മുടെ ഫോർമുല. P of x is equal to 0 എന്ന് പറയുമ്പോൾ xi ഒരെണ്ണം 0 ആണ്, നെക്സ്റ്റ് ഒരെണ്ണം 1 ആണ്, പിന്നെ ഒരെണ്ണം 2 ആണ്. അപ്പോൾ 0, 1, 2 ആണ് തന്നിരിക്കുന്ന പോസിബിൾ വാല്യൂസ്. ദെൻ അതിൻ്റെ പ്രോബബിലിറ്റി, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട് 1/2, ദെൻ 1/4, 1/2 ആൻഡ് 1/4 റെസ്പെക്റ്റീവ്ലി. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് തന്നിരിക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നോക്കിയേ 0, 1, 2 അത് കൗണ്ടബിൾ ആണല്ലോ, തന്നിരിക്കുന്ന പോസിബിൾ വാല്യൂസ് കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് കേസ് കറക്റ്റായി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള എന്താണ്? സിഗ്മ P of x is equal to xi is equal to 1 ആയിരിക്കണം എന്ന് അല്ലേ. P of x is equal to xi, P of capital X is equal to xi equal to ഏതൊക്കെ വരും? P of 0 plus P of 1 plus P of 2. ഓക്കെ, x is equal to 0, x is equal to 1, x is equal to 2 വരുന്ന കേസ്. അന്നേരം എന്താ കിട്ടുന്നു? ഇത് 1/4 plus 1/2 plus 1/4 എന്ത് കിട്ടും? 4 divided by 4 equal to 1. നമുക്ക് 1 കിട്ടി. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് കേസും എന്തായി? കറക്റ്റായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും കറക്റ്റ് ആണെങ്കിൽ ഇതെന്താണ് തന്നിരിക്കുന്നത്? ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് അല്ലേ. ഹെൻസ് എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇതാണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പം ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും നമ്മളവിടെ പ്രൂവ് ചെയ്ത് നോക്കി. ദെൻ let x be a discrete random variable with the range Sx. The function p is equal to p r tends to 0, 1 defined by p of x is equal to xi if xi belongs to Sx and 0 elsewhere is called the probability mass function of x. Probability mass function of x എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ അല്ലെങ്കിൽ റാൻഡം വേരിയബിളിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫോം എന്ന് മാത്രമായിട്ടാണ് നമ്മളിതിനെ എടുക്കുന്നത്. അപ്പം നമുക്കറിയാം റാൻഡം വേരിയബിളിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? സിഗ്മ P of x is equal to xi equal to 1 ആണെന്ന്. അപ്പം അങ്ങനെയുള്ള പ്രോബബിലിറ്റിയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു പ്രോബബിലിറ്റിയുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ PMF കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ ഫോമിൽ നമ്മൾ എഴുതിയിരുന്നു. ഓക്കെ, ആ പ്രോബബിലിറ്റി P of x is equal to xi. xi എന്താണെന്നൊക്കെ അറിയാം നമുക്ക്. അപ്പോൾ xi if xi belongs to Sx, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ xi belongs to Sx ആവുന്ന കേസ്. അപ്പോൾ P of x is equal to xi if xi belongs to Sx, 0 elsewhere. അപ്പോൾ തന്നിരിക്കുന്ന I വാല്യൂസ് അല്ലെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂസിന് കിട്ടുന്ന പ്രോബബിലിറ്റി ഇവിടെ എഴുതുന്നു, അതിൻ്റെ റേഞ്ച് എന്താണെന്ന് ഇവിടെ എഴുതുന്നു. ബാക്കി എല്ലാ കേസസിലും അത് 0 ആണെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിനാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ലെറ്റർ P of x ആണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു P of x is equal to xi if xi belongs to Sx and 0 elsewhere. ഓക്കെ, അപ്പം ഇത് ഇവിടെ ഓർക്കേണ്ടതാണ്. അപ്പം ഇതാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന് വേണ്ടുന്ന equation. Okay, P of x is equal to P of capital X equal to xi if xi belongs to Sx and 0 elsewhere. Probability mass function PMF. Okay, then അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഫോർ ദി റാൻഡം വേരിയബിൾ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ തന്നിരിക്കുന്നത് തന്നെയാണ്. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തില്ലേ, ആ എക്സാമ്പിളിന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് നമ്മൾ ആ ടേബിൾ ഫോമിലോട്ട് മാറ്റിയിരിക്കുന്നു. അതായത് എക്സിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ P of x is equal to എക്സിൻ്റെ വാല്യൂ 1/4 ആവുന്നു. എക്സിൻ്റെ വാല്യൂ 1 ആവുമ്പം P of x is equal to x എന്ന് പറഞ്ഞാൽ 1/2 ആവുന്നു. ദെൻ x is equal to 2 ആവുമ്പോൾ P of x is equal to x എന്ന് പറയുന്നത് 1/4 ആവുന്നു. അത് ഗിവൺ ഡേറ്റയിലുള്ളതാണ്.
ദെൻ നമുക്കതൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നുള്ളതിൻ്റെ ഫോമിലോട്ട് മാറ്റണമെങ്കിൽ PMF ഇക്വേഷനിലോട്ട് മാറ്റണമെങ്കിൽ P of x is equal to x which is equal to അല്ലെങ്കിൽ P of x equal to 1/4 for x is equal to 0, 2 അല്ലേ 0യും 2ഉം ആകുന്ന കേസിൽ x 0യും 2ഉം ആകുന്ന കേസിൽ എന്താണ് വാല്യൂ 1/4. ദെൻ x 1 ആകുന്ന കേസിൽ 1/2. ഓക്കെ, ഇങ്ങനെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ PMF ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഇതും റാൻഡം വേരിയബിളിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫോമാണ്. ദെൻ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ F ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനകത്ത് ചെയ്തത് P of x ഈക്വൽ ടു എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. P of x ഇസ് ഈക്വൽ ടു P of x ഇസ് ഈക്വൽ ടു xi. ആ xi ആകുന്ന കേസിൽ, അതായത് ഓരോ xiയിലെയും കേസസിൽ എത്രയാണോ പ്രോബബിലിറ്റി വാല്യൂ വരുന്നത് അതാണ് നമ്മളിവിടെ എഴുതിയിരുന്നത്. ദെൻ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനകത്ത് നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ F ഓഫ് എക്സ് ആണ്. ഈ ക്യാപിറ്റൽ F ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു P ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് which is equal to sigma xi less than or equal to x P of xi, sigma P of xi. അതായത് നമ്മളൊരു റേഞ്ച് എടുക്കുന്നു, ആ ഒരു റേഞ്ചിനകത്ത് വരുന്ന വാല്യൂസ് P of x ആയിട്ട് എഴുതുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ആദ്യം മുതൽക്ക് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന റേഞ്ച് വരെ ഉള്ളതിൻ്റെ സമ്മർ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ഒരു ചെറിയ ചേഞ്ചേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF അല്ലെങ്കിൽ സിംപ്ലി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിനകത്ത് ക്യാപിറ്റൽ F ഓഫ് എക്സ് ആണ് വരുന്നത്. ക്യാപിറ്റൽ F ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു P ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഓക്കെ, ഈ എക്സ് എന്താണ് നമുക്ക് തരുന്ന പോസിബിൾ വാല്യൂസ്. ഓക്കെ, ആ എക്സിനേക്കാളും ചെറുതായിട്ടായിരിക്കും ക്യാപിറ്റൽ എക്സ് വരുന്നത്. P ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ xi ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് P of x equal to xi. Okay, then for any x, F of x gives the probability that x lies in the interval minus infinity less than x less than or equal to x. നമ്മളത് കൺസിഡർ ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനകത്ത് വരുന്ന എക്സ് അത് ലൈ ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റിക്കും സ്മോൾ എക്സിനും ഇടയ്ക്കായിട്ടായിരിക്കും അതിൻ്റെ റാൻഡം വേരിയബിൾ വാല്യൂ വരുന്നതെന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ടേക്കിംഗ് വാല്യൂസ് x1, x2, etc. up to xn in ascending order with the probabilities p1, p2, etc. up to pn respectively. Then for each x, f of x is equal to p of x less than or equal to x. നമ്മളത് ഡെഫിനിഷനിൽ പഠിച്ചതാണ്. Is the probability that x lies in infinity and x, and this is obtained by summing the probabilities of all the values of x lying in that interval. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇൻ്റർവൽ നമ്മൾ എടുക്കുമ്പോഴും ആ ഇൻ്റർവെലിനകത്ത് വരുന്ന പ്രോബബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആഡ് ചെയ്താണ് വരുന്നത്. ദാറ്റ് മീൻസ് F of x is equal to 0 if x less than x1. ഓക്കെ, x1-നേക്കാളും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസ്, റാൻഡം വേരിയബിൾ വാല്യൂസ് എന്ന് പറയുന്നത് x1, x2, etc. up to xn. അപ്പോൾ xn-നേക്കാളും കുറവാണെങ്കിൽ ഇത് അസെൻഡിങ് ഓർഡർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് x1 ആയിരിക്കും അല്ലേ. ആ x1-നേക്കാളും ചെറുതായിട്ടാണ് എക്സിൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. എല്ലാം P ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രോബബിലിറ്റീസ് P1, P2, etc. up to Pn ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നു ഇഫ് എക്സ് കെ, ഈ കെയുടെ വാല്യൂ 1, 2, etc. up to n. ദാറ്റ് മീൻസ് x1, x2, x3, x4, etc. up to xn-1 വരെ k വരുന്നു. ഓക്കെ, അതിനും ഇത് k+1, x of k+1-നും ഇടയ്ക്കാണെങ്കിൽ k+1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, k1 ആവുന്ന കേസിൽ ഇത് 2 ആവും അല്ലേ. അപ്പോൾ നമ്മൾ കെയുടെ വാല്യൂ 1 ആവുന്ന കേസിൽ ഇത് x1-ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഇതെന്താവും, x2 ആവുമല്ലോ. അപ്പം x1-നും 2-നും ഇടയ്ക്കാണ്. അന്നേരം എന്തായിരിക്കും പ്രോബബിലിറ്റി വരുന്നത്,
P1 ആയിരിക്കും അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നല്ലേ? x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ദാറ്റ് മീൻസ് x1ൻ്റെ വാല്യൂ P1. ഈ x2ൻ്റെ വാല്യൂ എടുക്കുമോ? എടുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഈക്വൽ ഇല്ലാത്തതുകൊണ്ട്. നെക്സ്റ്റ് കേസ് ആകുമ്പോഴോ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ x3 ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടണം? ശരിക്കും P2 ആണ് കിട്ടുന്നത്. പക്ഷേ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനകത്ത് ഒരു റേഞ്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ റേഞ്ച് വരെ ഈ പ്രോബബിലിറ്റി തുടങ്ങുന്ന x1 മുതൽ എടുക്കുന്ന ആ റേഞ്ച് എത്രയാണോ അവിടെ വരെയുള്ള പ്രോബബിലിറ്റീസിൻ്റെ സം ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ആവും? P1 പ്ലസ് P2 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ xk ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ xk പ്ലസ് 1 ജനറലൈസ് ചെയ്ത് കെയുടെ ടേംസിൽ പറയുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര അപ് ടു Pk. ഇത് k ആവുന്ന കേസ് വരെ അല്ലേ? ഇത് 1 ആവുന്ന കേസിൽ നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റി P1 ആയി. ദെൻ ഇത് 2 ആവുന്ന കേസിൽ നമുക്ക് കിട്ടുന്നത് P1 പ്ലസ് P2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് k ആവുന്ന കേസ് ആവുമ്പോൾ നമുക്ക് എവിടെ വരെ കിട്ടും? P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര അപ് ടു Pk വരെ. ഓക്കെ, ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു xn, xnേക്കാളും കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ വാല്യൂ 1 ആയിട്ട് വരും. ഓക്കെ, ദെൻ properties of distribution function. Then first property, 0 less than or equal to f of x is less than or equal to 1 for all x belongs to R. Then second property, f of a less than or equal to f of b if a less than b, that is f is not decreasing. ഓക്കെ, എഫ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി ആവും. ഏത് കേസിലാണ്? എ ലെസ് ദാൻ ബി ആവുന്ന കേസിൽ. എഫ് എന്ന് പറയുന്നത് നോൺ ഡിക്രീസിങ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ കിട്ടുന്നത്. ദെൻ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1 ആണ്. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്, എഫ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി, പി ഓഫ് a less than x less than or equal to b equal to f of b minus f of a. Okay, p of a less than x less than or equal to b equal to f of b minus f of a. Then fifth one, for any real number x, p of x is equal to x, which is equal to capital F of x minus f of x k. X is equal to x ആകുന്ന കേസിൽ f of x minus f of xk, where xk is less than x is the value of x immediately preceding x. xന് തൊട്ട് മുമ്പുള്ള വാല്യൂ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പി എം എഫിൻ്റെയും സി ഡി എഫും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിളാണ്. ദ പോസിബിൾ വാല്യൂസ് ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ആർ 1, 2 എക്സെട്ര അപ് ടു 5. ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്, അതുകൊണ്ട് അവർ തന്നിരിക്കുന്നത് 1, 2 എക്സെട്ര അപ് ടു 5 എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3, 4, 5. ഓക്കെ, if all the values are equally likely, find the PMF and CDF of x. PMF എന്താണ്? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും CDF എന്ന് പറയുന്നത് ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും. ഫൈൻഡ് ഓൾസോ ദ പ്രോബബിലിറ്റീസ് P of x less than or equal to x less than 5, P of x greater than 3 and P of x is an even integer. Okay, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PMF കണ്ടുപിടിക്കണം, CDF കണ്ടുപിടിക്കണം, പിന്നെ തന്നിരിക്കുന്ന ഈ റേഞ്ചിലുള്ള പ്രോബബിലിറ്റീസും കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്നു, അവർ റാൻഡം വേരിയബിൾസ് എക്സിൻ്റെ വാല്യൂ 1, 2 എക്സെട്ര അപ് ടു 5 എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? പ്രോബബിലിറ്റി വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്കത് കണ്ടുപിടിക്കണമല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനു വേണ്ടിയാണ് സിഗ്മ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത്. ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. സിഗ്മ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു xi is equal to 1 for xi
ഓക്കെ, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സൈയുടെ വാല്യൂസ് തന്നിരിക്കണം. അവിടെ തന്നിട്ടില്ല, പക്ഷെ അവർ പറയുന്നു ദ വാല്യൂസ് ആർ ഈക്വലി ആൻഡ് ലൈക്ലി. ഓക്കെ, ഈക്വലി ആൻഡ് ലൈക്ലി എന്ന് പറയുമ്പോഴത്തേക്ക് ആ വാല്യൂസ് എല്ലാം ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു വേരിയബിളിനോട് ഈക്വൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ പറയുന്നു പി ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന വാല്യൂനോട് ഈക്വൽ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കെ കിട്ടും അല്ലേ? പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4 പ്ലസ് പി ഓഫ് 5 ഈക്വൽ ടു 1. ഇങ്ങനല്ലേ വരിക? അപ്പം പി ഓഫ് 1 എന്ന് പറയുന്നത് നമ്മൾ കെ എന്നാണ് എടുക്കുന്നതെങ്കിൽ ഇത് എത്ര വരും? കെ പ്ലസ് കെ പ്ലസ് കെ പ്ലസ് കെ പ്ലസ് കെ ഈക്വൽ ടു 1. അങ്ങനെയല്ലേ വരിക? ഓരോ പ്രോബബിലിറ്റീസും ഈക്വൽ ആണെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഒന്നെങ്കിൽ കെ എന്നുള്ള വേരിയബിൾ എടുക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ എക്സൈയുടെ വാല്യൂസ് എല്ലാം സെയിം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനെ കെ എന്ന് കൊടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒന്നെങ്കിൽ കെ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സി എന്ന് വേരിയബിൾ കൊടുക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കെ എന്ന് പറയുന്ന വേരിയബിൾ എക്സ് ഐക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സി എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ടേമിനെ അവിടെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുത്താലും സെയിം തന്നെയാണ്. നമുക്കറിയാം ഒരു കാര്യമേ ഉള്ളൂ, തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് എല്ലാം ഓരോന്നിനും കിട്ടുന്ന, അല്ലെങ്കിൽ എക്സ് 1 കേസിൽ 2 കേസിൽ 3 കേസിൽ എല്ലാം കിട്ടുന്ന പ്രോബബിലിറ്റീസ് സെയിം വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ഒന്നെങ്കിൽ സി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? 5c എന്ന് കിട്ടും അല്ലേ? 1 2 3 4 5 കോൺസ്റ്റന്റ് വാല്യൂ 5c ഈക്വൽ ടു 1, അല്ലെങ്കിൽ 5k ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പം സി അല്ലെങ്കിൽ കെയുടെ വാല്യൂ എന്ത് കിട്ടും? 1/5 കിട്ടും. അപ്പം നമുക്ക് ആ പ്രോബബിലിറ്റി കിട്ടി അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഫംഗ്ഷൻ സി ഈസ് ഈക്വൽ ടു 1/5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ആ ഓരോ പ്രോബബിലിറ്റി വാല്യൂയും 1/5 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പോർഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ് അല്ലേ? ഇവിടെ പ്രോബബിലിറ്റി തന്നിട്ടില്ലാത്തതുകൊണ്ട് ആ പ്രോബബിലിറ്റിക്ക്, ആ കറസ്പോണ്ടിങ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അതാണ് 1/5 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ദെൻ PMF, probability mass function. ഓക്കെ, PMF ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ PMF എങ്ങനെ എഴുതുന്നത്? ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആ കിട്ടുന്ന വാല്യൂ ഫോർ ദാറ്റ് റേഞ്ച് അല്ലേ? ഇപ്പോൾ എന്താണ് പി ഓഫ് എക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/5 ആണ്. അതിൻ്റെ റേഞ്ച് എന്തൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 1 2 3 4 5. അതർവൈസ് വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ PMF നമ്മൾ എഴുതി. ഇനി ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നത്? നമ്മൾ പറയുന്നു എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ 1 2 അപ് ടു 5 വരെയാണ് ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 എക്സെട്ര അപ് ടു 5 വരെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1-നേക്കാളും ചെറുതാണെങ്കിൽ, അതായത് ഇപ്പുറത്തെ സൈഡിലോട്ട് 1-നേക്കാളും ചെറുതാണെങ്കിൽ എന്തായിരിക്കും? അവിടെ പ്രോബബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പം വാല്യൂ 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എവിടെ വരെ ആയിരുന്നു? നമ്മൾ പറഞ്ഞു എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഓഫ് കെ മൈനസ് 1. ഓക്കെ, സോറി കെ പ്ലസ് 1. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ വരിക? ഫസ്റ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 അല്ലേ? 2 വന്നപ്പോഴത്തേക്ക് ആ റേഞ്ചിൽ എന്താ വരിക? 1/5 ആണ് പ്രോബബിലിറ്റി. ആ 1/5 ഇവിടെ വന്നു. നെക്സ്റ്റ് വരുമ്പോഴോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നെക്സ്റ്റ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി 1/5 പ്ലസ് 1/5 ഈക്വൽ ടു 2/5. ദെൻ 3 നെക്സ്റ്റ് റേഞ്ച് 3 to 4. ആ റേഞ്ചിൽ അത് 3 ഉണ്ട്. 1 2 3 വരെയുള്ള പ്രോബബിലിറ്റീസ് ആഡ് ചെയ്ത് 3/5. നെക്സ്റ്റ് 4 to 5 നമ്മൾ ചെയ്തപ്പം 1 2 3 4 വരെയുള്ളത് ആഡ് ചെയ്ത് 4/5. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ലാസ്റ്റ് കേസ് വരുമ്പോഴത്തേക്ക് ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 1 2 3 4 5. അടുത്ത 5-ാമത്തെ എക്സിൻ്റെ വാല്യൂ കൂടെ വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അത് നമ്മൾ പഠിച്ച പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും പഠിച്ചിട്ടുള്ളതാണ്. സിഗ്മ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന്. അതുവരെയാണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ CDF ഡിനോട്ട് ചെയ്യുന്നത്.